ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ആ ഇന്ന് നമുക്ക് ഒരു നൈറ്റ് വീഡിയോ സെറ്റാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. ആ ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് ഈ വൈറ്റ് ഷെയ്ഡല്ല, വാം ഷെയ്ഡാണ്. പക്ഷേ ഇതിൽ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് തോന്നും. അപ്പോൾ ഇന്ന് ഒരു ചാനലൊക്കെ സെറ്റാക്കാം. ഞാൻ വാങ്ങി വെച്ചു എന്നല്ലാതെ ഇത് ചെയ്തോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചാനൽ ഞാൻ ചെയ്തു. അതെനിക്ക് വാങ്ങേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റോട് ഞാൻ ചെയ്തതാണ്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിരുന്ന് എല്ലാവരും കൂടെ ചെയ്തു. ഞാൻ ഒറ്റക്കാണ് ഈ ബുക്കിൽ ചെയ്തത്, അവരവരുടെ ജേണൽ ബുക്കിലും ചെയ്തു. പിന്നെ ഇതാണ് ഞാനതിൽ ചെയ്ത ഒരു ജേണൽ എന്ന് പറയുന്നത്. കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഏകദേശമൊക്കെ കാണുമെന്നൊക്കെ വിചാരിക്കുന്നു. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് പോസ്റ്റാക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചാനൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിനെ പുറത്തെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പേജസ് ഒന്ന് അടർത്തി പുറത്തെടുക്കാൻ വിചാരിച്ചപ്പോൾ വേണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ ഇതിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഒരു സിമ്പിൾ ചാനലാണ് നമ്മളിന്ന് സെറ്റാക്കുന്നത്. അപ്പോൾ ഒരു നൈറ്റൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കായ് സ്റ്റിക്കേഴ്സ്, അതിനെക്കുറിച്ച് പറയാൻ വേറെ ഒരു കാര്യമില്ല. ഇതങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്രയോ വേണ്ടിച്ച് സ്റ്റിക്കേഴ്സ് എടുക്കാം. അത്രയ്ക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാനിത് വാങ്ങിച്ചിട്ട് കുറേ ആയി. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല മീൻസ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് കുറച്ച് മുന്നെയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും റീസെൻ്റായിട്ട് ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോസ്റ്റ് മീൻസ് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങിയോണ്ട് ഞാൻ വീഡിയോസും പ്രോപ്പറായിട്ട് അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ചാനൽ ചെയ്യാൻ തുടങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ അങ്ങോട്ട് ലാഗ് അടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു ഹാർട്ടിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഇതായിരുന്നു ഞാൻ അതിൽ ഒരു ഹാർട്ട് എന്ന് പറയാൻ ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുത്തത്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ചാനൽ ചെയ്തത്. പിന്നെ ഒരു പിങ്ക് ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ഇതിൽ കണ്ടെത്തി വന്നപ്പോൾ ഒരു പിങ്കായി എല്ലാം. പിന്നെ ഞാൻ ഒരു ഫ്ലവറൊക്കെ തപ്പി. പിന്നെ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയത് ഈ ഒരു ട്യൂലിപ്പ് ഫ്ലവറായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് നോക്കുമായിരുന്നു, ഏത് സൈഡിലാണ് വെച്ചിട്ട് ഭംഗിയുള്ളതെന്നൊക്കെ. അപ്പോൾ ഏത് സൈഡിലാണ് വെച്ചപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ താഴെ ഭാഗത്താണ് വെച്ചത്. കാരണം എന്താ വെച്ചാൽ എനിക്കത് താഴെ ഭാഗത്ത് വെച്ചപ്പോഴാണ് കുറച്ചും കൂടി അതിനും ഒരു ഭംഗി ഉള്ളത്. അപ്പോൾ ഇതൊന്ന് ഒട്ടിക്കാനുള്ള ഒരു പണിയാണ്. അത് ശരിക്കും നമ്മളങ്ങനെ കീറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ഫ്ലവറൊക്കെ രണ്ടായും പിന്നെ ലീഫ് രണ്ടായിട്ടൊക്കെ വരും. അപ്പോൾ അതിനെക്കൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അത്ര സ്ലോലി പറിച്ചെടുത്തത്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ എനിക്ക് ഒട്ടിച്ചപ്പോൾ ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒന്ന് ചെരിഞ്ഞോ എന്നുള്ളത്. പിന്നെ ഇതിലെന്തെങ്കിലും പറ്റിയതുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ഇനി നോക്കേണ്ടത്. അപ്പോൾ അതിനെ അവിടെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഫൈനലി ഒരു ക്ലോക്കാണ് കണ്ടെത്തിയത്. ഞാനൊരു ഡേനെക്കുറിച്ചാണ് എഴുതിയത്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഞാനൊരു ക്ലോക്കൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ കുറച്ച് ബുക്സൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനതൊന്നും വേണ്ട വിചാരിച്ചു. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചാനലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഇതാണ്. പിന്നെ ഞാൻ കോർണർ ഇതിനും നോക്കി, പക്ഷെ അവിടെ ഒന്നും വെച്ചപ്പോൾ ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഹാർട്ടിൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ അത്യാവശ്യമൊക്കെ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു അടിപൊളി ജെൽമഷിയാണ് എടുത്തത്. എഴുതി തുടങ്ങിയപ്പോഴോ അത് പൊടിയാൻ കുറച്ച് പണിയായിരുന്നു. അപ്പം ഞാനൊരു ഡേനെ കുറിച്ചാണ് എഴുതണതെന്ന് പറഞ്ഞില്ലേ, ഞാൻ അന്ന് ഒരു ലവ്ലി ഡേനെ കുറിച്ചാണ് എഴുതാൻ പോണത്. ഞാൻ കുറേ ഐഡിയാസൊക്കെ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളടുത്ത് അതിനുള്ള അത്യാവശ്യം സാധനങ്ങളൊന്നുമില്ല. ഓൾതൊക്കെ നല്ല അടിപൊളി കവായി തീമിലും പിന്നെ നല്ല ഇൻട്രസ്റ്റി തീമിലൊക്കെ ആയിരിക്കും. നമുക്ക് കാണാൻ തന്നെ ഒരു അടിപൊളി തീമാണ് അവരുടെയൊക്കെ. അപ്പോൾ ഞാൻ ഇതേപോലെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര സ്ലോലി ആയിട്ട് എഴുതുക. എനിക്ക് നല്ല വൃത്തിയൊക്കെ വേണം എഴുതുമ്പോൾ. പിന്നെ ഈ ഒരു ബുക്കാവുമ്പോൾ പിന്നെ നല്ല വൃത്തിക്ക് തന്നെ എഴുതണമല്ലോ. അപ്പോൾ ഞാൻ ലവ്ലി ഡേ എന്ന് എഴുതി കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി എഴുതിയിട്ട് കാണാം. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ.
അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി വെരി എക്സൈറ്റഡ് ആയിരുന്നു ഇതിൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.